എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ വീടുകളിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്താറുണ്ട്. വിശ്വാസികളായ എല്ലാവരുടെയും വീടുകളിൽ നിലവിളക്ക് കൊളുത്താറുണ്ട്. നിലവിളക്ക് അത്രയും പ്രാധാന്യമാണ് നമ്മൾക്കിടയിൽ. പക്ഷെ പലർക്കും ഈ നിലവിളക്ക് കൊളുത്തേണ്ടുന്ന കൃത്യമായ സമയം ഏതാണ് എന്ന് പലർക്കും അറിയില്ല. എന്തിനാണ് നിലവിളക്ക് കൊളുത്തുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. എന്നാൽ ഏത് സമയത്താണത് കൊളുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട് എന്നർത്ഥം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ മലബാർ മേഖലയിലും മറ്റു പല സ്ഥലങ്ങളിലും അവിടുത്തെ ചില സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളും പറയാനുള്ള ചില സ്ഥലങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം ആണ് വിളക്ക് കൊളുത്താറ്. ചില സ്ഥലങ്ങളിൽ ക്ഷേത്രത്തിൽ അമ്പലത്തിലെ പാട്ട് വെക്കുന്ന സമയം കേട്ടിട്ട് അമ്പലത്തിൽ പാട്ട് വെച്ച് ഇനി വേഗം വിളക്ക് കൊളുത്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില സ്ഥലങ്ങളിൽ മുസ്ലിം പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേട്ടിട്ട് വിളക്ക് കൊളുത്തുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല വിളക്ക് കൊളുത്തേണ്ടുന്ന സമയം. കാരണം അമ്പലത്തിലെ പാട്ട് വെക്കുന്നത് ഓരോ ക്ഷേത്രത്തിൽ ഓരോ സമയത്തായിരിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ബാങ്ക് കൊടുക്കുന്നതും നോക്കിയിട്ട് കാര്യമില്ല. അത് നമ്മുടെ ആചാരവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്തതാണ്. സന്ധ്യയ്ക്ക് ശേഷമാണ് വിളക്ക് കൊളുത്തേണ്ടത് വെച്ചാൽ അതുമല്ല. കാരണം സന്ധ്യയ്ക്ക് മുമ്പാണ് വിളക്ക് കൊളുത്തേണ്ടത്. ഈ വിളക്ക് കൊളുത്തുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള എന്തിനാണ് കൊളുത്തുന്നത് കൃത്യമായി പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ അന്തരീക്ഷത്തിൽ അണുപ്രസരം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ പറയുന്ന സന്ധ്യാവേളയിലാണ്. അപ്പോൾ അതിനെ തടഞ്ഞ് നമ്മൾക്ക് പരിരക്ഷണം നൽകുകയാണ് നിലവിളക്ക് കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിൽ പശുവിൻ നെയ്യോ എള്ളെണ്ണയോ ഒഴിച്ച് വേണം കത്തിക്കാനെന്ന് പറയുന്നു. ഇപ്പോൾ വിളക്ക് കൊളുത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലാണെങ്കിൽ ഉദയത്തിന് 48 മിനിറ്റ് മുമ്പുള്ള സമയത്ത് വേണം വിളക്ക് കൊളുത്താൻ, കുളിച്ച് ശുദ്ധിയോടുകൂടി. ഇനി കുളിച്ച് ശുദ്ധിയോട് വെച്ചാൽ എല്ലാവർക്കും ചിലപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ടോ കുളിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് കാലും മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തിയിട്ട് വിളക്ക് കൊളുത്താം. ഈ സമയം എന്ന് പറയുന്നത് സരസ്വതി യാമമാണ്. നമ്മൾക്കറിയാം, കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടിയിട്ടും എപ്പോഴാണ് ഉദയം എന്നുള്ളത്. അപ്പോൾ ആ ഉദയത്തിന് 48 മിനിറ്റ് മുമ്പുള്ള സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വിളക്ക് കൊളുത്താം എന്നർത്ഥം. എന്നുവെച്ചാൽ സന്ധ്യയെ വരവേൽക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ ആ അവസരത്തിലാണ് പ്രഭാതത്തിൽ വിളക്ക് കൊളുത്തേണ്ടത്. എന്നാൽ വൈകിട്ട് കൊളുത്തേണ്ടത് അസ്തമയത്തിന് 48 മിനിറ്റ് മുമ്പുള്ള ഗോധൂളി മുഹൂർത്തം എന്ന് പറയുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് വിളക്ക് കൊളുത്തേണ്ടത്. ആ സമയത്താണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ എന്തുള്ളത്, മാലിന്യങ്ങളും അണുപ്രസരവും ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു അവസരത്തിൽ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വിളക്ക് കൊളുത്തിച്ചാൽ മതി. അല്ല, നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്കൊരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അത് പൂജാമുറിയിൽ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നമ്മൾ കത്തിച്ച് വെക്കും. അതിൻ്റെ അടുത്ത് നമ്മൾ ഈ സമയം ചിലവഴിക്കുക. വെറുതെ ഇരുന്നോളൂ, വിഷയമില്ല. എന്നല്ല, മനസ്സിനും അല്പം ആശ്വാസം ഉണ്ടാവും, സാന്ത്വനം ഉണ്ടാവും, കുറച്ച് ആനന്ദം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അല്പം നാമം ജപിച്ചോളൂ. അപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആനന്ദം ഈ നിലവിളക്കിൻ്റെ അരികിൽ സന്ധ്യയ്ക്ക് മുമ്പുള്ള ആ സമയത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഈ അവസരത്തിൽ ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കരുത്, പഠനം പാടില്ല, കളികൾ പാടില്ല, TV കാണാൻ പാടില്ല, മറ്റൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ സമയം അത്രയേറെ രോഗാണുക്കളായാലും മറ്റുള്ള അണുക്കളും വ്യാപകമായി നിറഞ്ഞു കിടക്കുന്ന സമയമാണെന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ശാസ്ത്രീയമായിട്ട് അത് വിവരിക്കുന്നതാണ്. ഞാൻ ഈ നിലവിളക്ക് കത്തിക്കുന്നത് എന്തിനാണ് എന്നുള്ള വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പുറകിലേക്ക് സെർച്ച് ചെയ്യുമ്പോൾ കാണാം. അല്ല വേണ്ട, ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. അന്നേരം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സന്ധ്യാസമയത്തിന് മുമ്പ് 48 മിനിറ്റ് മുമ്പുള്ള ഗോധൂളി മുഹൂർത്തത്തിൽ അടിച്ച് തെളിച്ച് കുളിച്ച് ശുദ്ധമായിട്ട് വിളക്ക് കൊളുത്തി അതിൻ്റെ അവിടെ ഇരിക്കാം. ഒറ്റക്കല്ല, കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നല്ല ഒരു അന്തരീക്ഷം കൂടി ഉണ്ടാകും. ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കും. അതാണ് വേണ്ടത്. അതാണ് നമ്മുടെ ആചാര്യന്മാരും മുത്തശ്ശിമാരും പണ്ട് കാലങ്ങളിലെ പറഞ്ഞു തരുന്ന കാര്യമാണ്. അത് നമ്മൾ മുറുക്കെ പിടിക്കുക. നമുക്കൊരിക്കലും ജീവിതത്തിൽ പരാജയം ഇല്ലാതിരിക്കണമെങ്കിൽ പൂർവികരുടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശന്മാരുടെയും ആചാര്യന്മാരുടെയും വാക്കുകൾ മുറുക്കെ പിടിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പരാജയം ഉണ്ടാകില്ല. എത്ര വലിയ ദുഃഖം വരുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണി നമുക്കുണ്ടാവുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.